തെരഞ്ഞെടുപ്പ് കാലത്ത് ഡീൽ ആരോപണങ്ങൾ പുതുമയല്ല. ഒരുപാട് സാധ്യതകളാണ് ഡീലുകൾക്കുള്ളത്. വ്യക്തതയില്ലാത്ത ആരോപണം ഡീൽ എന്ന് പറഞ്ഞ് മുന്നോട്ട് വെക്കാമെന്ന സാധ്യതയാണൊന്ന്. തെരഞ്ഞെടുപ്പിൽ ഉണ്ടായേക്കാവുന്ന പരാജയം ഡീലിന്റെ പേരിൽ വിജയിക്ക് തലയിൽ കെട്ടിവെക്കാം എന്ന സാധ്യതയാണ് മറ്റൊന്ന്. ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യ ഡീൽ വെടി പൊട്ടിച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. പാലക്കാട് UDFന്റെ വോട്ട് ഭിന്നിപ്പിക്കാനുള്ള സ്ഥാനാർത്ഥിയെ LDF നിർത്തിയത് BJPയെ സഹായിക്കാനാണ് എന്നാണ് സതീശന്റെ ആരോപണം. ഇതിന്റെ പ്രത്യുപകാരം 10 മണ്ഡലങ്ങളിലെങ്കിലും LDFന് BJPയിൽ നിന്ന് ലഭിക്കുമെന്നും അദ്ദേഹം ആരോപിച്ചു. KC വേണുഗോപാൽ ഉൾപ്പെടെ മറ്റ് നേതാക്കളും ഇന്ന് ഇതേ ആരോപണവുമായി രംഗത്തെത്തി. ഇതിനെതിരെ നിശിത വിമർശനവുമായി BJPയും CPIMും രംഗത്ത് വന്നിട്ടുണ്ട്. ഡീൽ ആരോപണം ഉയർത്തുന്നത് പോലും ഒരു ഡീലാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പരാജയ ഭീതി കാരണമാണ് ഡീൽ ആരോപണം ഉന്നയിക്കുന്നത് എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും വ്യക്തമാക്കി. ഈ പാലക്കാട്ടെ ഡീൽ ചർച്ചയാകുന്ന പശ്ചാത്തലത്തിൽ സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നു. പാലക്കാട്ട് വോട്ട് ഡീൽ ഉണ്ടോ? 1977 മുതൽ തുടർച്ചയായി 5 തെരഞ്ഞെടുപ്പുകളിൽ ജയം CM സുന്ദരത്തിനായിരുന്നു. ആദ്യം സ്വതന്ത്രനായും പിന്നീട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായും മത്സരിച്ച ഈ ആദ്യകാല സോഷ്യലിസ്റ്റിലൂടെയാണ് പാലക്കാട് കോൺഗ്രസിന്റെ സുരക്ഷിത മണ്ഡലമായത്. ഇടതുമുന്നണിയെ മണ്ഡലം പിന്തുണച്ചത് 1996-ൽ CPMലെ TK നൌഷാദിലൂടെയും 2006-ൽ KK ദിവാകരനിലൂടെയുമാണ്. 2008-ലെ മണ്ഡലം പുനർനിർണയത്തിന് ശേഷം ഷാഫി പറമ്പിലൂടെ UDF തങ്ങളുടെ താവളമാക്കി മണ്ഡലത്തെ മാറ്റി. 2011 മുതൽ 2021 വരെയുള്ള 3 തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ചത് ഷാഫി പറമ്പിലായിരുന്നു. എന്നാൽ 2021-ൽ മെട്രോമാൻ E ശ്രീധരൻ എന്ന NDA സ്ഥാനാർത്ഥി ഉയർത്തിയ കൊടുങ്കാറ്റിൽ UDF കോട്ട വിറച്ചു. വെറും 3859 വോട്ടുകൾക്കാണ് അന്ന് ഷാഫി കഷ്ടിച്ചു രക്ഷപ്പെട്ടത്. BJPക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിജയസാധ്യത കൽപ്പിക്കുന്ന A ക്ലാസ് മണ്ഡലമായി പാലക്കാട് മാറിയത് ആ നിമിഷം മുതലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ LDF 2ാം സ്ഥാനത്താണ്, BJP 3ാം സ്ഥാനത്തും. 6000 വോട്ടിന്റെ വ്യത്യാസമാണ് 1ാം സ്ഥാനത്തുള്ള UDFുമായി LDFനുള്ളത്. അത്രയും വോട്ടിന്റെ വ്യത്യാസമേ BJPയുമായും LDFനുള്ളൂ. പാലക്കാട് പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്താതെ വ്യവസായി NMR റസാഖിനെ CPIM സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കിയതോടെയാണ് ഡീൽ ആരോപണം ഉയരുന്നത്. കോൺഗ്രസിനെ തോൽപ്പിച്ച് ശോഭാ സുരേന്ദ്രനെ നിയമസഭയിലെത്തിക്കാൻ വോട്ട് മറിക്കാനാണ് റസാഖിനെ സ്ഥാനാർത്ഥിയാക്കിയ ഡീൽ എന്നാണ് കോൺഗ്രസ് ആരോപണം. പാലക്കാട് മണ്ഡലത്തിൽ LDFന്റെ അടിസ്ഥാന വോട്ട് ശരാശരി 44,000 ലോക്സഭയിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിന്റെ കണക്കെടുത്താൽ 4000 മുതൽ 5000 വോട്ടുകളുടെ മാത്രം വ്യത്യാസത്തിലാണ് UDFന് പിന്നിൽ LDF രണ്ടാമതെത്തുന്നത്. LDFന് മണ്ഡലം പിടിച്ചെടുക്കാനുള്ള സാധ്യത ഉണ്ടെന്നിരിക്കെ BJP ജയിക്കാൻ പോകുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ച് കോൺഗ്രസിന്റെ PR ടീമുകൾ നടത്തുന്ന വ്യാജ പ്രചരണ വേലയാണിതെന്ന് CPIM പറയുന്നു. നേരത്തെ പ്രഖ്യാപിച്ച ശോഭാ സുരേന്ദ്രൻ എന്ന NDA സ്ഥാനാർത്ഥിക്കെതിരെ മണ്ഡലം പിടിച്ചു നിർത്താൻ കെൽപ്പുള്ള ശക്തനായ UDF സ്ഥാനാർത്ഥിയെ നിർത്താതെ UDF ആണ് ഡീൽ ഉറപ്പിച്ചത് എന്ന് LDFും പ്രത്യാരോപണം ഉന്നയിക്കുന്നുണ്ട്. തദ്ദേശ വോട്ട് നില നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അപൂർവമായി മാത്രമേ പ്രതിഫലിക്കാറുള്ളൂവെങ്കിലും പാലക്കാട് മണ്ഡലത്തിലെ കണക്കുകൾ പരിശോധിച്ചാൽ വ്യക്തമാകുന്ന ചില വസ്തുതകളുണ്ട്. UDFന് 49,741 വോട്ടുകൾ കിട്ടിയപ്പോൾ LDF 43,802 വോട്ടുകളുമായി 2ാം സ്ഥാനത്തുണ്ട്. BJP 37,902 വോട്ടുകളുമായി 3ാം സ്ഥാനത്താണ്. UDFും LDFും തമ്മിൽ വെറും 5,939 വോട്ടുകളുടെ വ്യത്യാസം. അതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടാമതെത്തിയ BJPയുമായി 11,839 വോട്ടിന്റെ വ്യത്യാസം UDFനുണ്ട്. വാർഡ് നില പരിശോധിച്ചാൽ മണ്ഡലത്തിൽ UDFന് 41 വാർഡുകളിലും LDFന് 38 വാർഡുകളിലും NDAക്ക് 30 വാർഡുകളിലും പ്രതിനിധികളുണ്ട്. 2020-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 48,547 വോട്ട് നേടിയ UDFനു പിറകെ 45,231 വോട്ട് നേടിയ LDF ആണ് രണ്ടാമത്. BJP 38,654 വോട്ട് നേടിയിരുന്നു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ 18,840 വോട്ട് ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു കയറിയത്. BJP രണ്ടാമതാകുകയും ചെയ്തു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ VK ശ്രീകണ്ഠന് 9,770 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ടായിരുന്നു.
പാലക്കാട് നഗരസഭയും പിരായിരി പഞ്ചായത്തും UDF സ്വാധീന മേഖലയും മാത്തൂരും കണ്ണാടിയും ഇടത് സ്വാധീന മേഖലയുമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സ്വാധീന മേഖലയായ പിരായിരി പഞ്ചായത്തിൽ വോട്ട് എണ്ണിയപ്പോഴാണ് രാഹുലിന്റെ ലീഡ് കുത്തനെ ഉയർന്നത്. ഇവിടെ 6775 വോട്ട് നേടിയ രാഹുൽ BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനേക്കാൾ 4124 വോട്ടുകളുടെ മുൻതൂക്കവും നേടി. ഇടത് സ്വാധീന മേഖലകളായ മാത്തൂരും കണ്ണാടിയും നേടുന്നതിനേക്കാൾ വളരെ കൂടുതൽ ഭൂരിപക്ഷം പാരമ്പര്യ UDF മേഖലകളിൽ നിന്ന് ലഭിക്കുന്നു എന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകാറുണ്ട്. ഇക്കഴിഞ്ഞ തദ്ദേശ വോട്ടുകളെ വിലയിരുത്തിയാൽ മണ്ഡലത്തിൽ UDFും രണ്ടാമതുള്ള LDFും തമ്മിലെ വ്യത്യാസം 6000-ഓളം മാത്രമേ ഉള്ളൂ. മുസ്ലിം സ്വാധീന മേഖലകളിൽ LDFിന് അനുകൂല വോട്ടുകൾ കൂടുതലായി ലഭിച്ചുവെന്നാണ് CPIM വിലയിരുത്തൽ. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരു സ്വതന്ത്രനെ പരീക്ഷിച്ചാൽ അത് നേട്ടമാകുമെന്ന കണക്കുകൂട്ടലാണ് NMR റസാക്കിൽ സ്ഥാനാർത്ഥിത്വം എത്തിയത്. പാലക്കാട് കൂടാതെ പല മണ്ഡലങ്ങളിലും CPIM BJP ഡീൽ ചൂണ്ടിക്കാട്ടി വ്യാപക ക്യാമ്പയിന് UDF ഇറങ്ങിക്കഴിഞ്ഞു. BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ അവരുടെ ഘടകകക്ഷി സ്ഥാനാർത്ഥികളെ ഇറക്കുന്നതിലെ അസ്വാഭാവികത ചൂണ്ടിക്കാട്ടിയാണ് പ്രചാരണം. 57 മണ്ഡലങ്ങൾ ഇടതുമുന്നണിക്ക് ഒപ്പമുണ്ട്. ഭരണത്തിലെത്തണമെങ്കിൽ 14 സീറ്റ് കൂടി അധികം വേണം. ഇതിനായി UDFിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയുന്ന 40 മണ്ഡലങ്ങൾ നിശ്ചയിച്ചുള്ള അടവ് നയങ്ങളും പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് മുന്നണി. തദ്ദേശ വോട്ട് കണക്കിൽ 81 മണ്ഡലങ്ങളാണ് UDFിനുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിന് 10,000-ൽ താഴെ മാത്രം ഭൂരിപക്ഷം നേടിയ ചില മണ്ഡലങ്ങൾ കൂടി പിടിച്ചെടുക്കാനാകുമെന്നാണ് പ്രതീക്ഷ. അത്തരത്തിൽ 30 മണ്ഡലങ്ങൾ UDFും കണക്കുകൂട്ടി വെച്ചിട്ടുണ്ട്. 6 സീറ്റെങ്കിലും വിജയിക്കുമെന്ന് BJPയും കണക്കുകൂട്ടുന്നു. ഏതായാലും ഡീൽ ചർച്ചകൾ അടുത്ത ദിവസങ്ങളിൽ തുടരുമെന്നാണ് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. മുന്നണികളുടെ പുതിയ വെളിപ്പെടുത്തലുകളും പ്രതീക്ഷിക്കാം. ഇതോടെ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി കാണാം. നമസ്കാരം.